നല്ലൊരു ആദ്യമൊക്കെ ഒരു സീരിയസ് ആയിട്ടാണ് പടം വന്നത്. പക്ഷേ അവസാനം നല്ല ട്വിസ്റ്റും നല്ലൊരു കോമഡിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് പടം തീർത്തിട്ടുണ്ട്. നിഖില നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും നല്ല പിഷാരടി, നമ്മുടെ അജു വർഗീസ് എല്ലാവരും ദുഃഖരായിട്ടുണ്ട്. കുഴപ്പമില്ല, നൈസ് മൂവി. ഒരു രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട് പടം. ആദ്യം ഒരു ഇച്ചിരി ഇതായിട്ട് തോന്നിയായിരുന്നു, ഒരു സീരിയസ് പടമായിട്ടാണ് തോന്നിയായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴത്തേക്ക് നല്ല കോമഡിയൊക്കെ ആയിട്ട് നല്ലൊരു ട്വിസ്റ്റ് വന്ന് പടം തീർന്നു. നല്ല ഫിലിമായിരുന്നു. കോമഡി, കുറച്ച് എന്റർടൈൻമെന്റ് സിനിമയാണ്. അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഇത് ഈ ഇടയ്ക്ക് എന്തോ പത്രത്തിൽ ഇതിന്റെ ഒരു ന്യൂസ് വന്നിരുന്നു. ആ ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ട് ചെയ്തൊരു സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു ന്യൂസ് കണ്ടായിരുന്നു. പക്ഷെ വേറെ ആരും സംസാരിച്ച് കേട്ടില്ല. ഞാൻ കണ്ടായിരുന്നു, ഒരു പെൺകുട്ടി കുറെ കല്യാണം കഴിച്ചിട്ടാരോ അല്ലേ, അങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു? അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. നല്ല കോമഡി, നല്ലതായിരുന്നു. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയില്ല, നിങ്ങൾ കാണുന്നു. നല്ല പടം, നല്ലൊരു ഫുൾ ഫണ്ണായിട്ട് ഭയങ്കര രസമായിട്ട് അവസാനം ചിരിക്കാൻ കുറെ ഉണ്ടായിരുന്നു. കാരണം നല്ലോണം ചിരിച്ച് ആസ്വദിച്ചിട്ട്. അല്ല, ഞാൻ അതിലൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിലെ ഒരു സീരിയലിലെ ക്യാരക്ടറായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ട്വിസ്റ്റിന്റെ ഒക്കെ ഒരു ഭാഗമാകാൻ ആ ക്യാരക്ടറിന് പറ്റി എന്നുള്ളത് സന്തോഷം. ക്ലൈമാക്സ് ഞെട്ടി എന്ന് വെച്ചാൽ ആ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു. അതൊരു ഗംഭീരമായിട്ട് ചിരിച്ചതാ അവള് ചിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആശംസകൾ. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ളി എന്റർടൈൻമെന്റ് പാക്കേജ്. നല്ലായിരുന്നു. ക്ലൈമാക്സ് രസമുണ്ട്. ക്ലൈമാക്സ് രസമുണ്ട്, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ലതാണ്. നിഖില നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. നല്ലൊരു തറോ എൻ്റർടൈനറാണ്. നല്ല ഫീൽ ഗുഡ് പരിപാടിയുണ്ട്. ജെന്യുവൻലി ചിരിക്കാൻ കുറേ ജെന്യുവൻ ആയിട്ടുള്ള കുറേ ലാഫ്സ് മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു പടമാണ്. നിഖില വിമൽ ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. ഐ എം വെരി വെരി ഹാപ്പി ടു സീ ദിസ് ഫിലിം. ഇനിയും ഇതുപോലത്തെ നല്ല ഒരു കോമഡി റോൾസ് സ്ത്രീകൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊരു എന്റർടൈനിങ് പടമാണ്. ഫാമിലീസ് എല്ലാവർക്കും, എല്ലാ ഏജ് ഗ്രൂപ്പിനും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. നല്ല മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നല്ല, നല്ല ട്വിസ്റ്റ് ആയിരുന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എല്ലാം വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ടീം. അപ്പോൾ വെരി വെരി ഹാപ്പി ടു സീ ദിസ്. പടം ഭയങ്കര എൻജോയബിൾ ആണ്. സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തോന്നി. എല്ലാരും കാണുക. ഓ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു. ആക്ച്വലി ഭയങ്കര രസമുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. നന്നായിരുന്നു. നല്ല ഒരു തുടക്കം ഒരു പകുതി വരെ സാധാരണ പോലെ പോയിട്ട് പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എൻഡിങ്ങാണ് സൂപ്പർ. പ്രതീക്ഷിക്കത്തേയില്ല. എല്ലാത്തരം ഈ നായകൻ സങ്കല്പങ്ങളെയൊക്കെ തകിടം മറിച്ച് അങ്ങനെ പെർഫോമൻസ്. പിന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പൊതുവെ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇതായിട്ട് അത്യാവശ്യം ചിരിക്കാനുണ്ട്. പിന്നെ നിഖില നന്നായിരുന്നു. എല്ലാത്തരം ബ്രൈഡായിട്ടും അവർക്ക് എല്ലാ വേഷവും ചേരും എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാകും. സിനിമയാണ്. നായകനാണേലും സാധാരണ നായകന്മാരൊക്കെ നമ്മൾ വിചാരിക്കും എപ്പോഴും ഒരു സൂപ്പർ ഇതല്ലേ, അതിൽ നിന്നൊക്കെ മാറിയിട്ടൊരു സിമ്പിളായിട്ട് സാധാരണ ഒരാളായിട്ട് മാറുകയാണ്. പ്രതീക്ഷിക്കാത്തൊരു എൻഡിങ് നന്നായിട്ടുണ്ട്. അടിപൊളിയുണ്ട്. എന്തായാലും ഫാമിലി ആയിട്ട് വന്നിട്ട് കാണണം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കോമഡി മൂവിയാണ്. അല്ല ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല. എല്ലാവരും വന്ന് കാണണം. സസ്പെൻസ് ഉണ്ട്.